ഒരത്ഭുതകൂടം. ഒരു അഴകാർന്ന കാട്ടിൽ മീനു എന്നൊരു കുഞ്ഞു കുരുവിയും അതിന്റെ മകന്റെ കൂടെ കുക്കുവിന്റെ കൂടെ താമസിച്ചിരുന്നു. ഒരു ദിവസം കുക്കു തന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ അമ്മേ, എനിക്ക് വളരെ വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം അമ്മേ. മകനെ കുക്കു, ഞാൻ എന്താ ചെയ്യാ? നമ്മുടെ കാട്ടിൽ ഇപ്പം ജോലിയൊന്നും കിട്ടുന്നില്ലടാ. അതുകൊണ്ട് ആരും എനിക്ക് പൈസ ഒന്നും തരുന്നില്ല. നീ പേടിക്കണ്ട, അമ്മ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലി കണ്ടെത്തി നിനക്ക് ഭക്ഷണം കൊണ്ടുതരാം. അതും പറഞ്ഞ് മീനക്കുരുവി കാട്ടിലൂടെ പറന്ന് ജോലി അന്വേഷിച്ചു പോയി. പക്ഷെ എവിടെ നിന്നും മീനക്കുരുവിക്ക് ഒരു ജോലിയും കിട്ടിയില്ല. ആ സമയത്താണ് റാണി എന്നൊരു കാക്ക അവിടെ മൺകുടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് മൺകുടം നിർമ്മിക്കാനായി നിറയെ മണ്ണുകൾ എടുത്ത് അത് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കായിരുന്നു. ആ സമയത്ത് ജോലി അന്വേഷിച്ചു വന്ന മീനക്കുരുവിയെ റാണിക്കാക്ക കണ്ടു. ഉടനെ മീനക്കുരുവി റാണിക്കാക്കയുടെ അടുത്തേക്ക് പറന്നു പോയി. വരൂ വരൂ, ഇവിടെ ഇരിക്കൂ. എന്താ വേണ്ടത്? വലിയ കലം വേണോ ചെറിയ കലം വേണോ? അയ്യോ, ഞാൻ കലം വാങ്ങാൻ വന്നതല്ല ചേച്ചി, എനിക്ക് എന്തെങ്കിലും ജോലി അന്വേഷിച്ചു വന്നതാ. എന്ത് ജോലിയോ? കുരുവി, ഞാനേ മണ്ണ് കുഴിച്ച് ഞാനേ ഇവിടെ കലം ഉണ്ടാക്കുന്നു. ഇതില് ഞാൻ എവിടെന്നാ നിനക്ക് ജോലി തരാ? ചേച്ചി അങ്ങനെ പറയില്ല ചേച്ചി. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്തു തരാം. അതിനുള്ള കൂലി എനിക്ക് തന്നാ മതി പ്ലീസ്. അതെനിക്ക് വളരെ ഉപകാരമായിരിക്കും. ആഹാ, ആട് വന്ന് നമ്മുടെ വലയിൽ കുടുങ്ങിയ പോലെ ഉണ്ടല്ലോ. ഈ കുരുവി എന്ത് ജോലി കൊടുത്താലും ചെയ്യുമെന്ന് തോന്നുന്നു. എല്ലാ ജോലിയും ഇതിനെ കൊണ്ട് ചെയ്തിപ്പിച്ച് കുറച്ച് കൂലി കൊടുക്കാം. അതും വിചാരിച്ച് റാണിക്കാക്ക മീനക്കുരുവിയോട് ഇങ്ങനെ പറഞ്ഞു: ശരി, നിന്നെ കാണുമ്പോ തന്നെ വളരെ വിഷമം തോന്നുന്നു. അതുകൊണ്ട് നീ ഈ കലം ചെയ്യാൻ വേണ്ടി എനിക്ക് മണ്ണ് നനച്ചു താ. അതിനുള്ള കൂലി നിനക്ക് തരാം. ശരി ചേച്ചി, ഞാനിപ്പോ തന്നെ ചെയ്യാം. അതും പറഞ്ഞ് റാണിക്കാക്ക മണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് കുഴിക്കാൻ തുടങ്ങി. ആ മീനക്കുരുവി അത് നല്ലോണം മെതിച്ചുകൊണ്ടേയിരുന്നു. റാണിക്കാക്ക 5 ദിവസം ചെയ്യേണ്ട കാര്യങ്ങള് 1 ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടിട്ട് മീനക്കുരുവിയോട് പറഞ്ഞു. ചേച്ചി, ഈ മൊത്തം മണ്ണ് ഞാൻ ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കണോ? അതെ കുരുവി, ഇതൊക്കെ ഒരു ജോലിയേ അല്ല. നിന്നെ കാണാന് വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ കുറച്ചു മണ്ണ് തന്നത്. ഇത് വേറെ ആരും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും മണ്ണ് ഞാൻ കൊടുക്കുമായിരുന്നു. റാണിക്കാക്ക അത് പറഞ്ഞപ്പോൾ മീനക്കുരുവി വേറെ ഒരു വഴിയില്ലാത്ത ആ മണ്ണ് കുഴക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവൾ വൈകുന്നേരം വരെ ആ മണ്ണ് കുഴച്ചുകൊണ്ടേയിരുന്നു. ഒരു വൈകുന്നേരം കഴിഞ്ഞപ്പോൾ അവൾ ജോലിക്ക് കഴിഞ്ഞിട്ട് കാക്കയോട് തന്റെ ശമ്പളം ചോദിച്ചു. റാണി ചേച്ചി, ഞാൻ മുഴുവൻ ജോലിയും കഴിഞ്ഞു. നിങ്ങൾ കൂലി തന്നാലേ ഞാൻ വീട്ടിൽ പോകാം. കുരുവി, നീ രാവിലെ മുതല് എന്റെ കൂടെ അല്ലേ ഉള്ളത്? ഒരു കലം പോലും വിട്ടിട്ടില്ല. ഇന്നേക്ക് ഒരു ഗ്രൂപ്പ് പോലും കിട്ടിയിട്ടില്ല. നീ പോയി നാളെ വാ. അയ്യോ റാണി ചേച്ചി, പ്ലീസ് അങ്ങനെ പറയല്ലേ. നിങ്ങള് കാശ് തന്നാലേ എനിക്ക് കുഞ്ഞിന് ഭക്ഷണം വാങ്ങാൻ പറ്റുള്ളൂ. പ്ലീസ്, നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും താ. ഒരു കാലം തന്നാലും മതി. അത് വിറ്റ് ഞാന് കാശും കൊണ്ട് കുഞ്ഞിന് ഭക്ഷണം വാങ്ങാം. ഹഹാ, ഇത് വളരെ നല്ലൊരു ഐഡിയ ആണല്ലോ. അതും പറഞ്ഞ് റാണിക്കാക്ക തന്റെ കയ്യിലുണ്ടായ ഏറ്റവും മോശപ്പെട്ട ഒരു കലമെടുത്ത് അവൾക്ക് കൊടുത്തു. റാണി ചേച്ചി, എന്താ ഇത്? ഈ കലം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാ വിൽക്കുക? നീ ചെയ്ത ജോലിക്ക് ഇതാണ് ശമ്പളം. ഇഷ്ടാണെങ്കിൽ വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നീ പൊക്കോ. റാണിക്കാക്ക അത് പറഞ്ഞതും വേറെ വഴിയില്ലാതെ മീനക്കുരുവി ആ കലവും എടുത്തിട്ട് പറന്ന് പോയി. കുറെ സ്ഥലത്ത് പോയി ആ മീനക്കുരുവി ആ കലം വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ആരും മീനക്കുരുവിയിൽ നിന്ന് ആ കലം വാങ്ങിയില്ല. അതുകൊണ്ട് മീനക്കുരുവി വളരെ വിഷമത്തോടെ തന്റെ ആ കലം എടുത്തിട്ട് തന്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് കുഞ്ഞു കുക്കു അവിടെ അവന്റെ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് വിശക്കുന്നു. പൊന്നുമോനെ, നീ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഭക്ഷണം കൊണ്ടുവരാൻ എനിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ ജോലി ചെയ്തെടുത്തുനിന്ന് എനിക്ക് പൊട്ടിയ കലമ തന്നത്. നീ ഇവിടെ ഇരിക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാന് നിനക്ക് ഉണ്ടാക്കി തരാം. അതും പറഞ്ഞ് കുഞ്ഞിക്കുരുവി അവിടെ പോയി എന്തെങ്കിലും ബാക്കി ഉണ്ടോന്ന് നോക്കിയിരുന്നു.
ആ സമയത്ത് ഒരു അരിമണി അറിയാതെ ആ ഉടഞ്ഞ കലത്തിനകത്ത് വീണുപോയി. പെട്ടെന്ന് ആ പാൻ മുഴുവനും അരി വന്നു. ഇത് കണ്ട മീനുക്കുരുവിയും കുഞ്ഞിയും അത്ഭുതപ്പെട്ടു നിന്നു. അത് സാധാരണ കലമല്ല, ഇതൊരു മാജിക് കലമാണെന്ന് തോന്നുന്നു. അതെ കുക്കു, ഇത് വളരെ അത്ഭുതമാണ്. അതും പറഞ്ഞ് മീനുക്കുരുവി തന്റെ വീട്ടിലുണ്ടായ ഒരു കുഞ്ഞു തക്കാളി എടുത്ത് ആ കാലത്തിനകത്ത് ഇട്ടു. പെട്ടെന്ന് അത് മുഴുവനും തക്കാളിയായി നിറഞ്ഞു. പിന്നീട് മീനുക്കുരുവി ആ അരിയും തക്കാളിയും വെച്ച് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഭക്ഷണം മീനുക്കുരുവിയും അതിന്റെ കുഞ്ഞിയും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് കാലത്തെ മീനുക്കുരുവി തന്റെ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു, മകനെ കുക്കു, ഈ കലം ദൈവം തന്ന ഒരു വരമാണ് മോനെ. നമ്മള് ഇത് വെച്ച് എല്ലാ കഷ്ടപ്പെടുന്ന പറവകൾക്കും സഹായം ചെയ്യാം. ശരി അമ്മേ, അമ്മ പറഞ്ഞപ്പോഴേ ചെയ്യാം. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ഈ കലത്തില് അവ ഇട്ടാല് അവ നിറച്ചും നമുക്ക് കിട്ടും. അത് വെച്ച് നമ്മള് മറ്റുള്ള പറവകൾക്കൊക്കെ സഹായിക്കാം. അതും പറഞ്ഞ് മീനുക്കുരുവി മാർക്കറ്റ് നോക്കി പറന്നു പോയി. ആ സമയത്ത് റാണിക്കാക്ക മീനുക്കുരുവിയെ അവിടെ നിന്ന് കണ്ടു. കുരുവി, എന്റെ അടുത്ത് കുറച്ചധികം മണ്ണുണ്ട്, നീ അത് മെതക്കില്ലേ? ഇല്ല റാണി ചേച്ചി, എനിക്ക് ഇനി മണ്ണ് വിധിക്കുന്ന ജോലിയൊന്നും പറ്റില്ല. അതും പറഞ്ഞ് മീനുക്കുരുവി ഒരു വലിയ കടയിലേക്ക് പോയി വളരെയധികം കാര്യങ്ങൾ വാങ്ങി വന്നു. ഇത് കണ്ട റാണിക്കാക്ക വളരെ അതിശയമായി തോന്നി. ഈ കുരുവി ഭക്ഷണം ഒത്തിനും വഴിയില്ലാന്ന് പറഞ്ഞിട്ട് ഇത് എവിടുന്ന ഇത്രയും അധികം കാശ് കിട്ടിയത്? ഈ കുരുവിയെ നോക്കിയിട്ടിട്ട് എന്താ കാര്യമെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതും പറഞ്ഞ് റാണിക്കാക്ക മീനുക്കുരുവിയെ അറിയാതെ അതിനെ പിന്തുടർന്ന് പോവാൻ തുടങ്ങി. അതിന്റെ വീട്ടിലെത്തിയപ്പോൾ മീനുക്കുരുവി അവൻ വാങ്ങി വന്ന ഓരോ സാധനവും ആ കലത്തിലിട്ട് അതിനെ കൂടുതലാക്കി മാറ്റി. ഇത് ജനൽ വഴി റാണിക്കാക്ക കണ്ടു. അയ്യോ, ഇത് ഞാൻ കൊടുത്ത ആ ഒരു ഓട്ടുപാത്രല്ലേ? ഇതിന് അത്ഭുത ശക്തിയുണ്ടോ? അത് എന്റെ സ്വന്തമല്ല കലം. എങ്ങനെയെങ്കിലും അത് ആ കടം തട്ടിപ്പറിക്കണം. അതും പറഞ്ഞ് റാണിക്കാക്ക പഞ്ചായത്ത് കൂട്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇത് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ കുരുവി എന്നോട് ജോലിയുണ്ടോ ചോദിച്ച് എന്റെ വീട്ടിൽ വന്നു. അതിന്റെ പാവം കണ്ട് ഞാൻ ജോലി കൊടുത്തു. ഈ കുരുവി എന്റെ അടുത്ത് നിന്നുള്ള കലം അടിച്ചോണ്ട് പോയി. അയ്യോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ മണ്ണ് വിതച്ചു. അതിന് കൂലിയായിട്ട് എനിക്ക് പൊളിഞ്ഞ കലം തന്നു. എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. കാക്കയും കുരുവിയും പറഞ്ഞത് കേട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ തീരുമാനം അറിയിച്ചു. ഏയ് കാക്കേ, നീ ഈ കുരുവിയെ ഒരു ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചിട്ട് ഒരു പൊളിഞ്ഞ കലം കൊടുത്ത് കഷ്ടപ്പെടുത്തുന്നോ? അതിനു പകരം നീ 3 മടങ്ങ് പണം അതിന് തിരിച്ചു കൊടുക്കണം. കുരുവി, നീ ആ കാക്കക്ക് ആ കലം തിരിച്ചു കൊടുക്കേ. നിനക്ക് അതിനുള്ള പൈസ കിട്ടും. റാണിക്കാക്ക ആ കലം തിരിച്ചു കിട്ടുന്ന സന്തോഷത്തില് 3 മടങ്ങ് പണം കൊടുക്കാൻ സമ്മതിച്ചു. പിന്നെ ആ കലം വാങ്ങിയിട്ട് തന്റെ വീട്ടിലേക്ക് പറന്നു വന്നു. റാണി തന്റെ കയ്യിലായ മുഴുവനും സ്വർണവും പണവും ആ കലത്തിനകത്ത് ഇട്ടുവെച്ചു. എന്നാൽ റാണിക്കാക്ക് അറിയാവുന്ന ആ കലം ആ പണവും സ്വർണം ഒക്കെ മണ്ണാക്കി മാറ്റി. ഇത് കണ്ട റാണിക്കാക്ക വളരെയധികം സങ്കടപ്പെട്ടു. തന്റെ അത്യാഗ്രഹം കാണണം, തന്റെ കയ്യിലുള്ള എല്ലാം നശിപ്പിച്ചോർത്ത് അത് സങ്കടപ്പെട്ടു. എന്നാൽ ഈ സമയം മീനുക്കുരുവിയും റാണിക്കാക്ക കൊടുത്ത ആ 3 മടങ്ങ് കാശ് കൊണ്ട് ചെറിയൊരു തൊഴിൽ ആരംഭിച്ചു വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.